ചില വിജയങ്ങൾ നേടുന്നതിലല്ല, നഷ്ടപ്പെടുന്നതിലാണ്. സ്വന്തം സമ്പത്ത് നഷ്ടപ്പെടുന്നതാണോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി നഷ്ടപ്പെടുന്നതാണോ എന്ന ചോദ്യത്തിന് ഹിജ്റയുടെ സാഹചര്യത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് മറുപടി നൽകിയ ഒരു സഹാബിയുണ്ട്, സുഹൈബ് ബിൻ സിനാൻ റൂമി റളിയല്ലാഹു അൻഹു. ഹിജ്റ പോകാൻ ഒരുങ്ങിയ സാഹചര്യത്തിൽ മക്കക്കാരായ ഖുറൈശികൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ദരിദ്രനായിട്ടാണ് നീ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത്, എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് നീ സമ്പന്നനായതും, അതുകൊണ്ട് നിന്റെ ഒരു സമ്പത്തും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിനക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് കേട്ടപ്പോൾ സുഹൈബ് റളിയല്ലാഹു അൻഹു ഒന്നും ചിന്തിക്കാതെ ചോദിച്ചു, എന്റെ മുഴുവൻ സമ്പത്തുകളും നിങ്ങൾക്ക് വിട്ടുതന്നാൽ എന്നെ നിങ്ങൾ പോവാൻ അനുവദിക്കുമോ? അതവർ സമ്മതിച്ചപ്പോൾ തന്റെ ജീവിതകാലത്ത് സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഹിജ്റക്ക് യാത്ര തിരിക്കുകയായിരുന്നു സുഹൈബ് റളിയല്ലാഹു അൻഹു. ഇത് കണ്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞത്, റബിഹൽ ബൈഉ അബാ യഹ്യ, ഓ അബൂ യഹ്യ, നിന്റെ കച്ചവടം ലാഭകരമായി എന്നാണ്. ഈ സംഭവം ബഖറ സൂറത്തിന്റെ വമിനൻ നാസി മൻ യശ്തരി നഫ്സഹു എന്ന് തുടങ്ങുന്ന 207-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് നാം ഹിജ്റ ചെയ്യേണ്ടത് മക്കയിൽ നിന്ന് മദീനയിലേക്കല്ല, പാപങ്ങളിൽ നിന്ന് പാശ്ചാത്താപത്തിലേക്കാണ്. അതുപോലെ തന്നെ അനുസരണക്കേടിൽ നിന്ന് അള്ളാഹുവിന്റെ അനുസരണയിലേക്കാണ്. ദുനിയാവിന്റെ അമിതാസക്തിയിൽ നിന്നും ആഖിറത്തിലേക്കാണ്. അതുകൊണ്ട് നാം ഓർക്കേണ്ട ഒന്നുണ്ട്, അള്ളാഹു തആലയ്ക്ക് വേണ്ടി നാം ഉപേക്ഷിക്കുന്ന ഒന്നും നമുക്ക് നഷ്ടമാകുകയില്ല.